അപ്പോൾ നമുക്കിന്നൊരു ബഡ്ജറ്റഡ് വീടിൻ്റെ ഒരു വിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. ഈ കാണുന്ന വീട് നമുക്ക് 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ പണിതെടുത്തിരിക്കുന്ന ഒരു അടിപൊളി വീടാണ്. അപ്പം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറഞ്ഞ റേറ്റിൽ വീടൊക്കെ നോക്കുവാൻ ആഗ്രഹമുള്ളവർക്ക്, സിറ്റി ലിമിറ്റിനകത്ത് തന്നെ വീടൊക്കെ നോക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ഈ വീട്. നമുക്ക് വീടിൻ്റെ ഒരു എലിവേഷൻ അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബോക്സ് മോഡൽ, കേബിൾ റൂഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെ കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ആണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമുക്ക് പൊറ്റയിലാണ്, തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് സമയം പൊറ്റയിൽ എന്നുള്ള സ്ഥലത്ത്. അപ്പോൾ ഇത് നമുക്കൊരു വില്ല പ്രോജക്റ്റാണ് കേട്ടോ. അപ്പോൾ വില്ല പ്രോജക്റ്റാണ്. അടുത്തുള്ള കുറച്ച് വില്ലാസൊക്കെ പണി തീർന്ന് വരുന്നുണ്ട്. ഒരു 3-4 വീടുകളൊക്കെ നമുക്ക് സെയിൽ ഔട്ട് ആയിട്ടുണ്ട്. ആൾ താമസമൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് നമുക്ക് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 650 മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് ഈ കാണുന്നത്. അപ്പോൾ കാണുന്ന പോലെ തന്നെ സിംഗിൾ സ്റ്റോറേഡ് ബിൽഡിംഗ് ആണ്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ മാത്രമാണ് വീടിൻ്റെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ഒരിക്കലും പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് സമീപം പൊറ്റയിൽ എന്നുള്ള ഒരു സ്ഥലത്താണ്. അപ്പം സിംഗിൾ സ്റ്റോർഡ് ബിൽഡിങ്ങും അതുപോലെ തന്നെ ബഡ്ജറ്റഡ് ഹോംസും കൂടാതെ തന്നെ പീസ്ഫുൾ സ്ഥലത്തൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊരു ബെറ്റർ ഓപ്ഷനാണ് ഈ കാണുന്ന ഈ വീട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യണം. അതുപോലെ തന്നെ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്കിവിടെ കോൺക്രീറ്റ് ഇട്ട റോഡാണ് വരുന്നത്. 5 മീറ്റർ റോഡാണ് വരുന്നത്. നമുക്ക് താഴെ വരെ നമുക്കത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റാണ് നമുക്ക് ഫ്രണ്ടിൽ തന്നിട്ടുള്ളത്. ഫ്രണ്ട് കാണുന്നത് പോലെ തന്നെ ഇൻ്റർലോക്കും എല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 കാർ വരെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജിൽ നിർത്തത്തക്ക രീതിയിലാണ് സ്പേസ് ചെയ്തിട്ടുള്ളത്. സൈഡിലായിട്ട് ചെറിയൊരു ഗാർഡൻ പ്രൊവിഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 സെൻറ്റ് 1000 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂം വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിൻ്റെ നമുക്ക് ഉള്ളിലോട്ട് കിടക്കാം. ആദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് കാണുന്നത് ഒരു സിറ്റ് ഔട്ട്, 10x6 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു എൽ ഷേപ്പ് മോഡൽ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് വന്നിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് മുഴുവൻ നമുക്ക് പ്ലാവിൻ്റെ അടിയിലാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഈ ഒരു ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് ഡോർ തുറന്ന് നമുക്ക് ലിവിങ് ഏരിയയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ ലിവിങ് ഏരിയയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. 14x12 ലിവിങ് ഏരിയ ഡയമെൻഷൻ. അടിപൊളിയായിട്ടുള്ള കജേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളാണ് ഫ്ലോറിങ്ങിന് ഡിസൈനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് TV യൂണിറ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. വുഡൻ പാറ്റേൺ വർക്കൊക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള TV യൂണിറ്റ്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് TV യൂണിറ്റിൻ്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിൽ ഒരു പാർട്ടീഷനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണാൻ പോകുന്നതാണ് വുഡൻ വർക്കാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. ബോർഡിൽ നമുക്ക് വുഡൻ പാറ്റേൺ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഈ വന്നിരിക്കുന്നത് നമുക്ക് ഡൈനിങ് ഏരിയ 10x8 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഒരു വാഷ് കൗണ്ടർ ഏരിയ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും നമുക്ക് താഴെ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും കൂടാതെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും നമുക്ക് ഫോൾ സീലിംഗ് വർക്കായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ലിവിങ് ഏരിയയിലും അതുപോലെ ഡിസൈനിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നേരെ ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലോട്ട് പോകാം. ഒരു പാർട്ടീഷൻ, ബോർഡ് വർക്കിൻ്റെ ഒരു പാർട്ടീഷനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് കിച്ചണിൻ്റെ ഒരു ഓപ്പൺ കിച്ചൺ മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓപ്പൺ കിച്ചൺ മോഡൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. 10x10 കിച്ചണിൻ്റെ ഡയമെൻഷൻ. വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസ് തന്നെയാണ് ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല ഗ്രിപ്പായിട്ടുള്ളൊരു ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
ഒരുപാട് സ്പേസ് ഒക്കെ വച്ചിട്ടാണ് നമുക്ക് കിച്ചൺ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കബോർഡ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ പണി ചെയ്തിട്ടുണ്ട്. മോഡുലാർ കിച്ചൺ തന്നെയാണ് ഈ ഒരു വീടിന് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് മുകളിലും താഴെയുമായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ആണ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ കിച്ചൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള പൊസിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് 3 BHK ആണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ. കജേറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വാൾ റൂഫ്സൊക്കെ ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡൻ പാറ്റേൺ വരുന്ന ഒരു വാൾ റൂഫ്സും കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 12x10 ഈ റൂമിന് നമുക്ക് ഡയമെൻഷൻ വരുന്നത്. കജേറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തൊരു വാൾ റൂഫ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വർക്കിൽ പണി കഴിപ്പിച്ച ഒരു വാൾ റൂമാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം. 12x12 ഈ റൂമിൻ്റെ ഡയമെൻഷൻ. കജേറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. വാൾ റൂഫ്സും ഈ ഒരു റൂമിൽ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ബോർഡും കാര്യങ്ങളും വെച്ചിട്ടാണ് വാൾ റൂഫ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 4 സെൻറ്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് ഉൾപ്പെടെ പണികഴിപ്പിച്ച വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് വെറും 45 ലക്ഷമാണ്. നമുക്ക് തിരുമലയ്ക്ക് സമീപം പൊറ്റയിലാണ് നമുക്ക് വീടുള്ളത്. 45 ലക്ഷമാണ് വീടിൻ്റെ ചോദ്യം. അത് നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യുവാൻ ഹോം ലോൺ ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്.